ആ ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കി. ഇന്നലെ ചെയ്ത സെയിം മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഫിഗർ വേറെ തരാം. ആ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയുണ്ട്. ഇന്നലെ ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യേണ്ടതാണ്. വേരിയേഷൻസ് ഒന്നുമില്ല. ഇതാണ് ഇന്നലെ ചെയ്ത മെത്തേഡ്. അതേ മോഡലിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. എഴുതി കഴിഞ്ഞാ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാ? Yes, sir. ഫിഗർ ഒന്ന് എഴുതി വെക്കാം. This is F part, this is B part. ഫിഗർ വരച്ചിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കും. ഓൾറെഡി പ്രോബ്ലത്തിൽ ഒരു എക്സെപ്റ്റ് സെക്ഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. This is the common exit section of YouTube manometer limb. Write down a balanced equation on left hand limb and right hand limb of exit section. Okay, and you will get two equations for left hand pressure readings and right hand pressure readings. Just balance the both. You will get the pressure difference between PA and PB. എന്താണ് നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലം വരച്ചു നോക്കുന്നത് ടോട്ടലുള്ളവര്?
ഫിഗർ വരച്ച് കഴിഞ്ഞോ? ഹലോ? Yes, sir. Okay, then write down the equations. So, where we have to start? Always start from datum line, right? First of all, we have to fix one datum line, that is x6 section. Then we have to calculate the pressure on the left limb below this x6 section. So what will be the pressure on left limb? The x6 limit pressure വരിക? Sorry, left hand limit pressure എന്താ വരിക? എന്താ വരിക? അമിത് ഉണ്ടോ ക്ലാസ്സിൽ? അമിത് ഉണ്ട് സാർ. പറ, എന്താ ലെഫ്റ്റ് ലിമ്പിന്റെ പ്രശ്നം എന്താ വരിക? സാർ OGH. OGH-ലാണോ സ്റ്റാർട്ട് ചെയ്യല്? ലെഫ്റ്റിൽ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യല് നമ്മള്? PA പ്ലസ് പ്ലസ് ആണോ മൈനസ് ആണോ? ഇന്നലത്തെ പ്രോബ്ലം നീ മൈനസ് ചെയ്ത മൈനസ് 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 ആണ്. OGH. PA മൈനസ് OGH. റോ ഏതാ വരിക? ഇത്ര വരിക റോ. ഓക്കെ, PA മൈനസ് OGH. നീ വാല്യൂ PA അറിയില്ല നമുക്ക്. ഓക്കെ, PA അറിയില്ല. OGH-ന്റെ റോ എത്രയാ? 1000. Then H value? 0.3. 0.3 ആണ്. ഷുവർ? 0.3 വരും. ഓക്കെ, PA മൈനസ് ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന്റെ വാല്യൂ പറഞ്ഞു. PA minus 2943. PA minus 2943. Okay. Then there pressure on left limb. Then what will be the pressure on the right limb? There right limb there. What will be the pressure? Sir, നീ ലെഫ്റ്റ് പറഞ്ഞില്ലേ, അതേ മോഡലിൽ പറ. ലെഫ്റ്റ് എങ്ങനെ നീ സ്റ്റാർട്ട് ചെയ്ത്? PB മൈനസ് then പറ. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, പറഞ്ഞോ. PB മൈനസ് റോ സ്ക്വയർ. സ്ക്വയറോ? റോ എന്താ സ്ക്വയർ? എന്താ ഇപ്പൊ ഇപ്പഴത്തേക്കാരും സാറേ പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോയത്. വേറെ കണക്ക് വന്നേ, വേറെ കണക്കോ? മൈൻഡിൽ പെട്ടെന്ന് വേറെ ഇതായി പോയതാണ് സാർ. സാർ റോ ജി മൈൻഡിൽ വേറെ കണക്ക് പോവാനോ? സ്ക്വയർ വരാനോ? റോ ജി എച്ച് പിന്നെ മൈനസ് റോ ടു റോ ടു GH2
G2. GH2. GH2. Okay. Then പിന്നെ സർ ടു കഴിഞ്ഞ ഇല്ല സാർ. പറ. സാർ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞ വാല്യൂ എന്താ H2 എന്താ? H2 എന്ന് പറയുന്നത് നീ എന്തിന്റെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യണേ? എന്താണ് H2? ഏതാണ് H2? സർ H2 എന്താ? നീയല്ലേ പറഞ്ഞത് H2? അപ്പൊ നിനക്കറിയാലോ നിന്റെ എന്താ പ്രശ്നം? ഹൈറ്റ്. ഹൈറ്റ്. എന്തിന്റെ ഹൈറ്റ്? റൈറ്റ് സൈഡ്. നീ എന്റെ ഫിഗർ നോക്കിട്ട് പറഞ്ഞത്. അപ്പൊ എനിക്ക് പറയാലോ എന്താ നീ H2 ഉദ്ദേശിച്ചത് എന്തിന്റെയാണെന്ന് പറ. സർ ഹൈറ്റ് അല്ലേ? നീ എഴുതിയിട്ട് തന്നെയാണോ അവറ്റ പറയുന്നത്? യെസ് സാർ. അത് വേറെ നോക്കി വായിക്കുന്നതാ? അല്ലല്ല. എന്നാ പറ. എന്നാ H2 നീ എന്താ ഉദ്ദേശിച്ചത്? H2 എന്താ? H എന്താ പറ. സർ റൈറ്റ് ട്രയാങ്കിൾ. What is H and what will be the H2? സർ റൈറ്റ് സൈഡ് ലിംബിൽ അല്ലേ? മനസ്സിലായില്ല. റൈറ്റ് സൈഡിലെ ലിംബ്. റൈറ്റ് സൈഡിലെ ലിംബ്. അതിന്റെ ഹൈറ്റ് അല്ലേ? Then what will be the H and H2? What is the difference between H and H2? സർ മെലനല്ല ചോദിക്കും സാർ. ടെൻഷൻ ആണ് സാർ. Okay, what will be the difference between H and H2? സർ H ലെഫ്റ്റിലത്, ലെഫ്റ്റ് ലിംബിലെ H2 റൈറ്റ് ലിംബ്. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് റൈറ്റ് ലിമിന്റെ ഇക്വേഷൻ പറയുമ്പോൾ H അതിനകത്തിൽ കൂടി ലെഫ്റ്റിന്റെ ഇക്വേഷൻ പറയുമ്പോൾ ലെഫ്റ്റിന്റെ റൈറ്റ് കോളം പറയണ്ടോ? നീ എന്തിനാണ് റൈറ്റിന്റെ ഇക്വേഷൻസ് എഴുതുമ്പോ റൈറ്റിന്റെ കോളത്തിന്റെ എന്തിനാ എഴുതിയത്? പറ. നീ എന്താ ഉദ്ദേശിച്ചെന്ന് പറ. മറ്റേ ഇക്വേഷൻ നീ എഴുതിയല്ലേ? യെസ് സാർ. നീ ഇക്വേഷൻ പറയുമ്പോ നീ എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. സാർ ഞാൻ ടോട്ടലായിട്ട് H1 ആയിട്ട് H ഇപ്പുറത്തെ H ലെഫ്റ്റ്, മറ്റേത് H2 ആയിട്ട് റൈറ്റിലെ. റൈറ്റ് ലിമിന്റെ ഇക്വേഷൻ അല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. അപ്പൊ റൈറ്റ് ലിമിറ്റിലെ ഫ്ലൂയിഡ് കോളത്തിന്റെ ഹൈറ്റ്സ് അല്ലേ പറയണ്ടു? അതെ സാർ, അതാ പറഞ്ഞ H ലെഫ്റ്റിൽ ചെയ്തു ഫുള്ള് ലെങ്തു. ലെഫ്റ്റിലേക്ക് എന്തിനാ നീ പോകുന്നത്? റൈറ്റിലല്ലേ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അല്ല സാറ് ഡിഫറൻസ് അല്ലേ ചോദിച്ചേ? ഞാൻ എന്താ ഇവിടെ എഴുതി വെച്ചേക്കണേ? പ്രഷർ ഓൺ ദ റൈറ്റ് ലിംബല്ലേ ചോദിക്കുന്നത് ഞാൻ. ഓക്കെ സാർ. അപ്പൊ റൈറ്റ് ലിംബിലെ പ്രഷർ ആണല്ലേ ഞാൻ മനസ്സിലായി എന്നോട്. സാറ് ഫസ്റ്റ് മറ്റേത് ചോദിച്ചോണ്ട് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അതിൽ തന്നെ. ഡിഫറൻസ് ഒന്നും നിന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോഴാണ് നിന്നോട് ഡിഫറൻസ് ചോദിച്ചത്? സാർ ഫസ്റ്റ് ചോദിച്ചില്ല സാർ, ലെഫ്റ്റ് റൈറ്റ് വരില്ല ഇതൊന്നും. ഓക്കെ, ഞാൻ ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ H ആൻഡ് H2? നീ H എന്നും H2 എന്നും രണ്ട് നൊട്ടേഷൻ കൊടുക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അല്ലെ H2 കൊണ്ട് നീ എന്താണ് റെപ്രസെന്റ് ചെയ്യണേ? H കൊണ്ട് നീ എന്താണ് റെപ്രസെന്റ് ചെയ്യണേ? നീ പറഞ്ഞ ഇക്വേഷൻ ആണ് ഞാൻ അവിടെ എഴുതിയത്. അപ്പൊ നീ എഴുതിയ ഇക്വേഷൻ, നീ പറഞ്ഞ ഇക്വേഷൻ, നീ അതിൽ H എന്ന് പറഞ്ഞു, H2 എന്നും പറഞ്ഞു. അപ്പൊ നീ ഏതോ ഒരു ഹൈറ്റിനെയാണ് H എന്ന് റെപ്രസെന്റ് ചെയ്തത്, വേറെ ഏതോ ഹൈറ്റിനെയാണ് H2 എന്ന് റെപ്രസെന്റ് ചെയ്തത്. ഞാൻ ചോദിച്ച ഡിഫറൻസ് അതാണ്. ഈ രണ്ടെണ്ണം ഏത് ഹൈറ്റ്സ് ആണ്, അല്ലെ H-ന്റെ H2 വാല്യൂ എത്രയാണ്? അതാണ് എന്റെ ചോദ്യം. ഓക്കെ സാർ, ഓക്കെ സാർ. Then tell me, what is the value of H and H2? What is the difference between H and H2? സർ H എന്ന് വെച്ചാല് വാട്ടർ ഹൈറ്റ്.
എച്ച് എന്ന് വെച്ചാല് വാട്ടർ. ആ എച്ച് ടു റോയിലുള്ളല്ലേ? റോയിലുള്ളത് ഓയിൽ ഓയിൽ ഓയിൽ. ഓയിൽ. അപ്പൊ എച്ചിന്റെ വാല്യൂ എത്രയാ? 0.3. അത് മെറ്റീരിയൽ പറഞ്ഞില്ല സാർ. 0.3. മറ്റേതിലുള്ള അതേ ഹൈറ്റ് തന്നെ ഇടി ഉണ്ടാകണം നിർബന്ധമുണ്ടോ? അല്ല അങ്ങനല്ല, മെറ്റീരിയൽ എച്ച് സെയിം ആണല്ലോ, അതാ പിന്നെ ഇത് പറയുന്നത്. ഓക്കെ 0.3. H2O? H2 സാർ 0.2. 0.2 എനിക്ക് തോന്നുന്നു. 0.2? അങ്ങനെ 0.2 കിട്ടിയ എനിക്ക് സാർ അത് ഇത് എങ്ങനെ നിങ്ങൾക്ക് 0.2 കിട്ടിയെന്ന് പറഞ്ഞു സാറേ പറഞ്ഞുതരാം. സാർ ടോട്ടല് 5 അല്ലേ? ടോട്ടല് പറഞ്ഞോ, കറക്റ്റ് പറഞ്ഞോ. ടോട്ടല് 5 അല്ലേ? അപ്പൊ ടോട്ടല് H 0.3 കിട്ടിയല്ലോ. അതുകൊണ്ട് എനിക്ക് H2 മൈനസ് ചെയ്യുമ്പോൾ 0.2 കിട്ടി അല്ലേ? സോ ഇക്വേഷൻ വിൽ ബിക്കം PB മൈനസ് റോ വാല്യൂ പറ. സാർ റോ എത്രയാ? റോ എത്രയാ? റോ 1000. Then G into 9.81 H 0.2 2 ആണ് H2 അല്ല H എത്രയാ? അല്ല 3.3 0.3 മൈനസ് റോ 2 വാല്യൂ എത്രയാ? സാർ 800. എങ്ങനെ 800 കിട്ടി എനിക്ക്? സാർ അത് പറ്റിയത് 800 എങ്ങനെ കിട്ടി? സാർ 0.8 into 100. 0.8 into അല്ല 1000 സാർ. 0.8 into 1000. 0.8 എന്താ? അപ്പൊ 800 കറക്റ്റ് അല്ലേ? 0.8 എന്താ? സാർ അത് പറ്റിയിട്ടിന്റെ ഓയിലിന്റെ പറഞ്ഞോ. ഓയിലിന്റെ ഗ്രാവിറ്റൽ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ സാർ? അതന്നെ പറഞ്ഞോ. സ്പെസിഫിക് ഗ്രാവിറ്റി. ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് എന്ത്? 0.8. സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചിട്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 800 കിട്ടുമല്ലോ. 800 കിട്ടും. ഓക്കെ സാർ. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇക്വേഷൻ പറഞ്ഞേ. സാർ ഒരു മിനിറ്റ് സാർ. PV മൈനസ് സാർ 4512.5. സാർ 4512.5 PB മൈനസ് ആണ്. 4512.5 PB മൈനസ്. ഓക്കെ അല്ലേ സാർ? എന്തായി? രണ്ട് ഇക്വേഷൻസ് കിട്ടി. ലെഫ്റ്റ് ലിമിറ്റ് ഇക്വേഷൻ കിട്ടി, റൈറ്റ് ലിമിറ്റ് ഇക്വേഷൻ കിട്ടി. ഇത് വെച്ച് നമുക്ക് PB മൈനസ് PA pressure difference between A and B കണ്ടുപിടിക്കാൻ PB മൈനസ് PA എഴുതിയ ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് PB മൈനസ് PA കണ്ടുപിടിക്കാം. PB മൈനസ് PA ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ എത്രയാ വാല്യൂ വരിക? PB മൈനസ് PA ഈക്വൽ ടു
V minus is equal to 4,512 കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ സാധനം വേണോ? സാറേ ഇതുണ്ട് സാർ ബുക്കിൽ. സർ 1569.6. 1500 69.6 69.6 യൂണിറ്റ് നാനോമീറ്റർ സ്ക്വയർ. എന്താണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണോ? യൂണിറ്റ് ഇല്ലേ? സർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ അല്ല, ന്യൂട്ടൺ സാർ പെർ അതിനെ മീറ്റർ സ്ക്വയർ ആണ്. ഉദ്ദേശിച്ച അപ്പൊ ആ ബാറ്. ഓക്കെ, അങ്ങനെ മാറിയാൽ വാല്യൂ മാറും. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ വേറെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വേറെ. ഓക്കെ സാർ. രണ്ടും രണ്ട് ക്വാണ്ടിറ്റി ആയി പോകും. പ്രഷറിന് ഒറ്റ യൂണിറ്റേ ഉള്ളൂ. യെസ് സാർ. Okay, യെസ് സാർ. so this will be the difference between the final answer for the problem 1569.6 Newton per meter square. That will be the pressure difference between 2 points B and A. Okay, യെസ് സാർ. യെസ് സാർ. write down the next question. Amit, your mic out off here. Write down the next question. ആ ഫിഗർ കൂടെ വരച്ചു നോക്കണേ കൃത്യമായിട്ട്.
എഴുതി കഴിഞ്ഞ ക്വസ്റ്റ്യൻ എഴുതിയാ? ഹലോ, മകളെ ക്വസ്റ്റ്യൻ എഴുതിയോ? ഫിഗർ വരച്ചിനാ? ഫിഗർ വരക്കണേ. പോർഷൻസ് ഒക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇക്വേഷൻസ് ഒക്കെ പ്രോബ്ലം ചെയ്തിട്ട് വഴികാട്ടാവണം, നോക്കിയിട്ട് വരാൻ പറഞ്ഞത്. അത് മാട്രിക്സ് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ആകാശ്, Sir, question, sir. അഖിൽ, Sir. അമിത്, പ്രസന്റ് സാർ. അഞ്ജുത്, കാർത്തിക്, Present, sir. സാദിൻ, Present, sir. ഷഹസാദ്, മുക്താസിം, Present, sir. അസഫ്, Present, sir. ഫർദീൻ, പ്രസന്റ് സാർ. ഫത്തേഹ്, Present, sir. സമ, പ്രസന്റ് സാർ. സിയാൻ, നിഷാദ്, പ്രസന്റ് സാർ. നിവേദ്, പ്രസന്റ് സാർ. പ്രത്യുഷ്, രാഹുൽ, Present, sir. തരുൺ, Present, sir. സൗരാഗ്, പ്രസന്റ് സാർ. സൗരവ്, ശ്രീരാഗ്, Present, sir. വിഷ്ണു എ പി, പ്രസന്റ് സാർ. വിഷ്ണു എൻ, Present, sir. ധർമ്മേഷ്. Present, sir. ഓക്കെ.
ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല? എന്തൊക്കെയാ തന്നിട്ടില്ല ഡാറ്റ? ഫോഴ്സ് ഓൺ സബ്മേർജ്ഡ് ബോഡീസ് എന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. റൈറ്റ്? ഇതേപോലത്തെ സിമിലർ പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുമുണ്ട്. ഇടയ്ക്ക് നോക്കിയിട്ട് വന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഓർമ്മ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാ വരുന്നത്? സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. എന്താ ടോട്ടൽ പ്രഷർ ഫോഴ്സ്? ഒരു സബ്മേർജ്ഡ് ഇൻക്ലൈൻഡ് സബ്മേർജ്ഡ് ബോഡിന്റെ മുകളിലുള്ള ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഗിവൺ ഡാറ്റ എന്തൊക്കെയാടാ? അതെങ്കിലും ഒന്ന് പറ. എന്തൊക്കെയാ ഗിവൺ ഡാറ്റ? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാ? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാ? അസഫ് എന്തൊക്കെയാ ഗിവൺ ഡാറ്റാസ്? അസഫ് റെക്ടാംഗിൾ മെഷർമെന്റ് മെഷർമെന്റ് എന്തൊക്കെയാ തന്നില്ലേ? 4 ഉം 3 ഉം. അതെന്താ സംഭവം? ത്രീ എന്താടാ? ഹലോ, റെക്ടാംഗിളിന്റെ മെഷർമെന്റ്സ് എന്നാണോ സാധാരണ നിങ്ങൾ പറയാറ്? 5 4 റെക്ടാംഗിൾ വരക്കാന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും 5 എന്താ 4 എന്താന്ന്? എന്റെ ലെങ്ത് വിടുത്ത് അല്ലേ പറയല്? അപ്പൊ പറ, ക്വസ്റ്റ്യൻ എന്തൊക്കെയാ തന്നിട്ടില്ലേ? വിടുത്ത് എന്താ? അത്രയാ വിടുത്ത് എത്രയാ? ശരി, 3 4 4 മീറ്റർ ലെങ്ത്തും 3 യൂണിറ്റ് സെന്റിമീറ്റർ ആണോ? 3 മീറ്റർ 3 മീറ്റർ. ദെൻ ലെങ്ത് 4 മീറ്റർ. പിന്നെ വേറെന്താ തന്നിട്ടില്ല? ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിനാ? ഫ്രീ സർഫസിന് 2 മീറ്റർ. ഡിസ്റ്റൻസ് ഫ്രം അപ്പർ എഡ്ജ് എത്രയാ? 30 ഡിഗ്രി. ഡിസ്റ്റൻസ് ഓഫ് അപ്പർ എഡ്ജ് 2 മീറ്റർ ഫ്രം ഫ്രീ സർഫസ്. ദെൻ ഇൻക്ലിനേഷൻ തീറ്റ വാല്യൂ 30 ഡിഗ്രി. ഇത്രയാണ് ഗിവൺ ഡാറ്റാസ് ഉള്ളത്. ഒന്ന് പോയിട്ട് ആ സ്ലൈഡ് ഒന്ന് നോക്ക്. ഫസ്റ്റ് മൊഡ്യൂളിലെ സ്ലൈഡ് എടുത്തിട്ട് ഇതേപോലത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്, എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന് നോക്ക്. ഓക്കെ നോക്കിയിട്ട് വാ എല്ലാരും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നെങ്കിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ഓർഡർ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വാ. കിട്ടാത്ത ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ശരിയാണ്. താങ്ക് യു.